ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി ടി എം ലേണേഴ്സ്. അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എല്ലാവർക്കും കോമൺലി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ LBS IT ടീമിന് മെയിൽ അയച്ചപ്പോൾ അതിനുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എല്ലാം രജിസ്റ്റർ ചെയ്യേണ്ട ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള കോളേജസിൻ്റെ ലിസ്റ്റൊക്കെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് എത്ര കോളേജസ് വേണോ കൊടുക്കാം. അപ്പോൾ അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 5 കോളേജ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് 1 2 3 4 5 ഇങ്ങനെ 5 കോളേജസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഈ 5 കോളേജസിൽ ഏതെങ്കിലും ഒരു കോളേജ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. സപ്പോസ് എനിക്കിതിലുള്ള ഈ 4th കോളേജ് കിട്ടിയെന്ന് വെച്ചോ. ബട്ട് എനിക്ക് ഇപ്പോൾ 4th കോളേജ് കൺഫേം ചെയ്യേണ്ട, ബിക്കോസ് അതിന് മുകളിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള 3 കോളേജസ് ഉണ്ട്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇത് കിട്ടുമോ എന്ന് നോക്കണം. സോ അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ 3 ഓപ്ഷനും ക്യാൻസൽ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്കിപ്പോൾ 4th കോളേജ് കിട്ടിയെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് പോകുമ്പോൾ ഈ 5th കോളേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. ഇത് ഇനി അടുത്ത അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 1 to 3 വരെ ഉള്ള കോളേജസ് ആണ്. എനിക്കിപ്പോൾ 4th കോളേജാണ് അലോട്ടഡ് കോളേജ്. ബാലൻസ് അതിന് മേളിൽ 3 ഹയർ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കിട്ടുമോ എന്ന് എനിക്ക് നോക്കണം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഈ നമ്പർ 4 ആണ്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 1 2 3 ഈ ഫസ്റ്റുള്ള 3 കോളേജസും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഫസ്റ്റുള്ള 3 കോളേജസിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. സപ്പോസ് ഈ 3 കോളേജസിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജും കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഈ 4th കോളേജിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഒരു കോളേജിലെ ആ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക, വേറെ ഓപ്ഷൻസ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജും കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ പറ്റത്തില്ലയോ, ഇതായിരുന്നു ഡൗട്ട്. അപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് കിട്ടിയ കോളേജ്, അലോട്ടഡ് കോളേജിന് താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോവും. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അലോട്ട് ചെയ്ത കോളേജിന് മേളിലുള്ള ഓപ്ഷൻസ് എല്ലാം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അതിൽ ഓപ്ഷൻസ് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം, പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജും കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജ് ഓക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 2 3 4 5 ഈ 5 ഓപ്ഷൻസ് അല്ലേ വെച്ചേ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് 3rd ഓപ്ഷനിൽ വെച്ച കോളേജ് കിട്ടി. എനിക്കിപ്പോൾ ഈ കോളേജ് ഓക്കെ ആണ്, എനിക്കിവിടെ അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് 2 ഓപ്ഷനും ക്യാൻസൽ ചെയ്യണം. ടോക്കൺ ഫീ പേ ചെയ്തിട്ട് ഈ ഫസ്റ്റ് 2 ഓപ്ഷനും ക്യാൻസൽ ചെയ്താൽ മതി. ഈ 3ന് താഴെയുള്ള കോളേജസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ഈ അലോട്ട്മെൻറ്റ്, ഈ ഒരു ഓപ്ഷൻ കൺഫേം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അഡ്മിറ്റ് മെമ്മോ ഒക്കെ കിട്ടും. അതെടുത്തിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും കോളേജിൽ പോയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ അത് എനിക്ക് അറിയാവുന്ന ഡൗട്ടാണെങ്കിൽ പറഞ്ഞു തരാം. താങ്ക്